ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ അലീനെ വിളിക്കുകയാണ്. അന്നേരം അലീന വൈജയന്തി ഇറങ്ങിപ്പോയ കാര്യം പറയാണ്. ഇപ്പോൾ ബബിതയും രോഹിയും എന്നോടൊപ്പം ആയതുകൊണ്ട് ഒറ്റയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യാൻ ആൾബലം ഇല്ലാത്തതുകൊണ്ട് ആൾബലം ഉള്ളോടത്തേക്ക് പോയി എന്ന് പറയാട്ടോ. എല്ലാവരും ചേച്ചിയുടെ കൂടെയല്ലേ, പിന്നെ എന്നാത്തിനാ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറയും, ഇല്ല മോളെ, മേഡം ഇവിടെ തന്നെ വേണം, ഞാനുള്ളോണ്ടാ ഈ കുടുംബം ഇങ്ങനെ രണ്ടായിട്ട് നിൽക്കുന്നേ എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ടോണി ഇവരുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ മാമച്ചായൻ ടോണിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ടോണി അവിടെ ചെന്നിട്ട് എന്താ പ്ലാൻ എന്ന്. എനിക്ക് ഷെറിനെ കാണണം എന്ന് പറയും. അവര് കുറച്ച് കലിപ്പിലായിരിക്കും, അത് നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നു. നേരെ മാമച്ചായൻ പറയുന്നുണ്ട്, ഞങ്ങളൊരു തവണ ഷെറിനെ പോയി കണ്ടതാ, അതുകൊണ്ടാ കൂടുതൽ കാര്യങ്ങൾ വഷളാവാനാണ് സാധ്യത, അതുകൊണ്ടാട്ടോ ടോണി നിന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചെന്ന് പറയുന്നു. അന്നേരം ടോണി പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഷെറിന്റെ കുഞ്ഞിനെ കുറിച്ച് കിട്ടണമെങ്കിൽ ഷെറിൻ തന്നെ വായ തുറന്നേ പറ്റുള്ളൂ എന്ന്. അവളുടെ വീട്ടുകാർ സഹകരിക്കുമെന്ന് തോന്നണ്ട, അന്നേരം ഞാൻ എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്നിടും, അപ്പോൾ കൂടെ നിന്നാൽ മതി എന്ന് പറയാട്ടോ ടോണി. അറ്റ കൈക്ക് നിങ്ങൾ എൻ്റെ റിലേറ്റീവ് ആണെന്ന് ഞാൻ പറയും എന്ന് പറയുമ്പോൾ ഗ്രേസിയമ്മ പറയും, അതൊക്കെ വിശ്വസിക്കോ അവര്, അത്രയ്ക്ക് പൊട്ടന്മാരാണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം, അത്രയും ഇതിന് കണ്ടാൽ മതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവരൊക്കെ കൂടി ഷെറിന്റെ വീട്ടിലോട്ട് പോവാണ്. ഷെറിന്റെ ആങ്ങളെ ആവട്ടോ ടോണി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത്. അന്നേരം അയാൾ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്തിനാ ഷെറിനെ കാണാൻ വന്നേ. അന്നേരം ടോണി പറയുന്നുണ്ട്, ഇപ്പോഴും ഞാൻ വിവാഹബന്ധമൊന്നും വേർപെടുത്തിയിട്ടില്ലല്ലോ. അപ്പോഴേക്കും റോബിന്റെ ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നു. എന്താ റോബി ചായ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞു പോയതല്ലേ ഷെറിനെ, ഇപ്പോൾ വർഷം ഒന്ന് കഴിഞ്ഞു, ഇപ്പോഴാ ഇവന് ഭാര്യയുടെ ആവശ്യം വന്നേന്ന് പറയുന്നു. അപ്പോഴും അയാളുടെ ഭാര്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, നമുക്കൊരു നഷ്ടവും ഇല്ലല്ലോ റോബി ചായ, അയാൾ കണ്ടിട്ട് പൊക്കോട്ടെ എന്ന്. നേരെ ഷെറിന്റെ ആങ്ങളെ സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ, ഇയാളെ കണ്ടിട്ട് ഗുണ്ട പോലെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ടോണി പറയും, മര്യാദയ്ക്ക് എനിക്ക് ഷെറിനെ കാണിച്ചു തരണം, കണ്ടിട്ട് ഇപ്പൊ എന്തിനാന്ന് ചോദിക്കും. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് എനിക്കറിയണം. അന്നേരം റോബി ചായൻ തീരെ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ടോണി പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അതിനായിട്ട് ഇനി പോലീസിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ കാണാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ ടോണി റൂമിലോട്ട് വന്നതും ഷെറിൻ ടോണിയെ കണ്ടതും ഒറ്റ കെട്ടിപ്പിടുത്തവും കരച്ചിലുമാണ് കേട്ടോ. ടോണിച്ചായൻ എന്നെ ഇട്ടേച്ച് പോയില്ലേ. എന്നിട്ട് ഷെറിൻ ആൻസിയോട് പറയുന്നുണ്ട്, ടോണിച്ചായൻ വന്നത് കണ്ടില്ലേ, ഇത് എൻ്റെ ടോണിച്ചായനാണ്. വീണ്ടും അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ.